തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി വിജയുമായുള്ള സഖ്യം കോൺഗ്രസിന് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഭരണ പങ്കാളിത്തത്തിനപ്പുറം പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള അവസരം കൂടിയാണ് കോൺഗ്രസിന് ലഭിച്ചിരുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയതിനപ്പുറം വിജയുടെ സമീപത്തായി ഇരിപ്പിടം. ചടങ്ങ് അവസാനിച്ചപ്പോൾ വിജയുടെ വക രാഹുൽ ഗാന്ധിക്ക് നന്ദി പ്രകാശനം. பாராளுமன்ற எதிர்க்கட்சி தலைவர் மதிப்புக்குரிய மை பிரதர் திரு ராகுல் காந்தி அவர்கள், தமிழ்நாடு காங்கிரஸ் தலைவர் மதிப்புக்குரிய திரு செல்வ பெருந்தகை அவர்கள். പുതിയ സഖ്യത്തിന് ഇതൊരു തുടക്കമാണെങ്കിലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തമിഴ്നാട്ടിൽ പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ദ്രാവിഡ പാർട്ടികൾക്കൊപ്പം നിന്നപ്പോൾ അർഹമായ പ്രാധാന്യം കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല എന്ന് നേതാക്കൾക്ക് തന്നെ അറിയാം. യുവാക്കളുടെ വലിയ പിന്തുണയുള്ള TVKയ്ക്കൊപ്പം നിൽക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുന്നതിനൊപ്പം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. DMKയ്ക്കൊപ്പം നിന്നപ്പോൾ കോൺഗ്രസിന് പേരിനൊരു പദവിക്കപ്പുറം പാർട്ടിയെ വളർത്താൻ കഴിഞ്ഞിട്ടില്ല. TVKയ്ക്കൊപ്പം കോൺഗ്രസും അധികാര പദവിയിലെത്തുന്നതോടെ നിർജ്ജീവമായി കിടക്കുന്ന കോൺഗ്രസ് ഘടകങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരാനായിരിക്കും പാർട്ടിയുടെ നീക്കം. രാഷ്ട്രീയപരമായി വലിയ മുൻവിധികളില്ലാത്ത വിജയ് കോൺഗ്രസിന് പിന്തുണ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കർണാടകയ്ക്കും കേരളത്തിനും തെലങ്കാനയ്ക്കും അപ്പുറം കോൺഗ്രസ് തളരുന്ന അവസ്ഥയിലാണ്. നിലവിൽ തമിഴ് വെട്രിക്കഴകം ഇപ്പോൾ കോൺഗ്രസ് നൽകിയിരിക്കുന്നത് പുതിയ പിടിവള്ളിയും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പെത്തുമ്പോൾ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങി നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ നീക്കം. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വിജയിയോ പാർട്ടിയോ തള്ളിക്കളയാനും സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.